സ്റ്റാൻലി, ഇന്ന് കേരളത്തില് ഏറ്റവും വിവാദ വിഷയമായിട്ടുള്ള മാറിയിരിക്കുന്നത്, പെട്ടെന്ന് സിനിമാ വിഷയത്തിൽ നിന്ന് ഒരു ഡ്രമാറ്റിക് ഷിഫ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു കള്ളനും പോലീസും കളിയാണ്. എന്താണ് കള്ളനും പോലീസും കളി? സ്വർണ്ണക്കടത്ത് നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ട് കള്ളന്മാരെ, പി വി അൻവർ എന്ന് പറയുന്ന ധാരാളം കേസുകളിൽ പ്രതിയായിട്ടുള്ള, എല്ലാവരിലേക്കും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ മലയിടിച്ചതിൻ്റെ കേസിലും മറ്റുള്ള കേസിലും നിൽക്കുന്ന അൻവർ ഇന്ന് ഒരു വലിയ നായകനായിട്ട് വന്നിരിക്കുകയാണ്. സ്റ്റാൻലിയുടെ അഭിപ്രായം എന്താണ്? ഇപ്പം ഇതിൽ ആരാണ് കള്ളൻ, ഇതിൽ ആരാണ് പോലീസ്? ഇല്ല, കേരളത്തില് കഴിഞ്ഞ 2 മാസമായിട്ട് നടക്കുന്ന, അതായത് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് 3-ാം മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന കള്ളനും പോലീസും കളി എന്ന് പറയുന്നത് ഇടതു മുന്നണിയിലും അല്ലെങ്കിൽ ഇന്ത്യ അലയൻസിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ആഭ്യന്തര കലഹമാണ്. അത് സിനിമാ മേഖലയിലുണ്ട്, കള്ളക്കടത്ത് മേഖലയിലുണ്ട്, പോലീസിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, എല്ലാ മേഖലയിലുണ്ട്. ഇതിന് ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. 2016 തുടങ്ങി ഈ പറയുന്ന കള്ളനും പോലീസും കള്ളക്കടത്തുകാരും സിനിമാക്കാരും രാഷ്ട്രീയക്കാരും മീഡിയക്കാരും എല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിച്ച ഒരു പരിപാടിയുണ്ട്. കേരൾ മാംഗെ ആസാദി, ടുക്കടെ ടുക്കടെ, സ്വതന്ത്ര കേരളം, ഐസിസ് ആസാദ് കേരളം, അൽ ദൗള, അങ്ങനെ പല പരിപാടി ഇവർ ട്രൈ ചെയ്തിരുന്നു. ഇവരെല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അതിനുവേണ്ടിയാണ് ഈ നാർക്കോട്ടിക് കടത്ത് വഴിയും സ്വർണ്ണക്കടത്ത് വഴിയുമൊക്കെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും അതിന് കൃത്യമായ റോളും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നും മാറി കേരളം സ്വതന്ത്രമാകുമ്പോൾ സുൽത്താൻ ആകാനും ഡെപ്യൂട്ടി സുൽത്താൻ ആകാനും വിവിധ വകുപ്പ് മന്ത്രി ആകാനും കാനഡയിൽ അംബാസഡർ ആകാനും അങ്ങനെ ഒത്തിരി പേര് ഇതിനു വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇവർക്ക് മെജോറിറ്റിക്കും മനസ്സിലായി കേന്ദ്ര ഗവൺമെന്റിനെയും ഇന്ത്യൻ സൈന്യത്തെയും മറികടന്ന് അതൊന്നും നടക്കത്തില്ല. അതിന് ഇൻവെസ്റ്റ് ചെയ്ത പൈസയൊക്കെ നഷ്ടപ്പെട്ടു, പോയത് പോയി. അപ്പോ ഒരു അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്ന പരിപാടിയാണ്. എനിക്ക് ഇത്ര രൂപ പോയി, നിനക്ക് ഇത്ര രൂപ കിട്ടി, അത് മറ്റോൻ സഹായിച്ചു, മറ്റോനെ ഇവൻ പിടിച്ചപ്പോ അവിടെ പൈസ പോയി. അങ്ങനെയുള്ള ഒരു പിച്ചക്കണക്കാണ് ശരിക്കും ഈ അൻവർ കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആഫ്രിക്ക അൻവർ എന്ന് പറയുന്നയാള് എല്ലാ കുറ്റത്തിനും ഈ പറഞ്ഞ ഇപ്പോ ഇയാള് കുറ്റം പറയുന്ന ആഫ്രിക്ക അൻവർ കുറ്റം പറയുന്ന പോലീസിന്റെയും രാഷ്ട്രീയക്കാരുടെയും മീഡിയയുടെയും ഒക്കെ പൊന്നോമന പുത്രനായിരുന്നു. ഇവരുടെ എല്ലാ സൗജന്യങ്ങളും അധികാര ദുഷ്പ്രയോഗത്തിന്റെ മുഴുവൻ ആനുകൂല്യങ്ങളും അൻവറും അൻവറിന്റെ കൂട്ടുകാരും പറ്റി. ഇപ്പൊ അൻവർ പറയുന്നത് SP പണ്ട് സെൻട്രൽ ഫോഴ്സിൽ എവിടെയോ ജോലി ചെയ്തു, അത് കഴിഞ്ഞാണ് അയാൾക്ക് IPS കിട്ടിയത്. അന്നത്തെ കറക്ഷൻ വെച്ച് അയാള് സ്വർണ്ണക്കടത്തുകാരെ പിടിച്ചു, ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നൊക്കെയാണ് SP-ക്കെതിരെ പറയുന്നത്. മറ്റേ DGP-ക്കെതിരെ പറയുന്നത് DGP ഇതെല്ലാം ഈ പറഞ്ഞ പരിപാടിക്കകത്ത് എല്ലാം കൂട്ടുണ്ട്, അയാൾ അതിനെല്ലാം പങ്കുണ്ടാക്കി അനധികൃതമായിട്ട് സ്വത്തുണ്ടാക്കി എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ കുറെ പ്രമാദമായ കേസുകൾ ഈ പറയുന്ന DGP-യുടെ കാലത്ത് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഡൽഹിയിൽ നിന്ന് ഒരുത്തൻ ഷൊർണൂർ വന്ന് ഒരു ദിവസം അവിടെ തങ്ങി ടെറർ മൊഡ്യൂൾ ഓപ്പറേറ്റ് ചെയ്ത് അവിടുന്ന് പെട്രോൾ വാങ്ങിച്ച് അവിടുന്ന് കല്യാണം കഴിച്ച് അവിടെ മധുവിധുവൊക്കെ നടത്തി അവിടുന്ന് ട്രെയിനിൽ കയറി കോഴിക്കോട് പോയി ട്രെയിനിന് തീ വെച്ചു. എന്നിട്ട് അവൻ രക്ഷപ്പെടാൻ വേണ്ടി, അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസും മീഡിയയും കൂടെ ശ്രമിച്ചു. മീഡിയയാണ് കൂടുതൽ ശ്രമിച്ചത്. അവസാനം അവനെ മഹാരാഷ്ട്രയിൽ എവിടെയോ ഇട്ട് പിടിച്ചു കൊള്ളുന്ന വഴിക്ക് അവനെ തട്ടാൻ നോക്കി, രക്ഷപ്പെടുത്താൻ നോക്കി, അത് നടന്നില്ല. അവസാനം ആ കേസ് കേന്ദ്രത്തിന് കൈമാറിയപ്പോഴത്തേനും തെളിവ് മൊത്തം നശിപ്പിച്ചു. അങ്ങനെ ഒരു കേസ്. അതല്ലാതെ പിന്നെ ഒരുത്തനെ ഗൾഫിൽ കൊണ്ടുപോയി, ഒരു കമ്മ്യൂണിസ്റ്റ് കുഞ്ഞാട്, ആ കമ്മ്യൂണിസ്റ്റ് കുഞ്ഞാടിനെ ഗൾഫിൽ കൊണ്ടുപോയി മതം മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവൻ ബോംബ് പൊട്ടിച്ച് ഒരു 10 പേരെ കളമശ്ശേരി തട്ടി. ആ കേസ് ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, മിനിമം 10 പേരേലും വേണം. അതാവും മാത്രമേ ഉള്ളെന്നും പറഞ്ഞ് ബാക്കി സാഹചര്യ തെളിവുകൾ മൊത്തം നശിപ്പിച്ച് ആ കേസ് മുക്കി. അത് കഴിഞ്ഞിട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരു 150 ബംഗ്ലാദേശികൾ കയറി അവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു ഫംഗ്ഷനിൽ അലമ്പുണ്ടാക്കി, തിക്കലുണ്ടാക്കി, ഒരു 4 പിള്ളേരെ ചവിട്ടിക്കൊന്നു. ആ കേസ് മഴയുണ്ടായിരുന്നു എന്നും പറഞ്ഞു മുക്കി. പിന്നെ ഒരു കേസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മനുഷ്യബലി, നലബലി നടത്തിയ കേസ്. ആ കേസിലും അതിനോടനുബന്ധിച്ചുള്ള അനേകം ആൾക്കാരുണ്ടായിരുന്നു, അത് മുക്കി. പിന്നെ പത്തനാപുരത്ത് കാട്ടിൽ ടെറർ ട്രെയിനിങ് നടത്തുകയും അത് അന്വേഷിക്കാൻ വിട്ട ഉദ്യോഗസ്ഥൻ കാലുമാറുകയും ചെയ്ത കേസുണ്ടായിരുന്നു, അങ്ങനെ മുക്കി. അങ്ങനെ ഈ ADGP-യുടെ കാലത്ത് നടന്നിട്ടുള്ള മൊത്തം കുറ്റകൃത്യങ്ങളും അതിൻ്റെ അകത്ത് യഥാർത്ഥ തെളിവുകൾ നശിപ്പിക്കുകയും വ്യാജ തെളിവുകൾ ഇൻസേർട്ട് ചെയ്ത് കേന്ദ്ര ഏജൻസികളെ വരെ വഴിതെറ്റിക്കുകയും ചെയ്ത ഒരു വലിയ സീരീസ് ഉണ്ട്. ഇതാണ് അൻവർ പറയേണ്ടത്, ധൈര്യം ഉണ്ടെങ്കിൽ. അല്ലാണ്ട് അൻവർ കടന്ന് മോങ്ങുന്നത് എന്റെ കള്ളക്കടത്ത് പിടിച്ചേ, എന്റെ സ്വർണം പിടിച്ചേ, അവിടെ തട്ടിയെടുത്തേ എന്നൊക്കെയാണ്. ഒരു കേരളത്തിലെ ഒരു MLA മോങ്ങിച്ചാന്ന് വിചാരിക്കണം. കള്ളക്കടത്തുകാരെ പിടിച്ചു, അതിൻ്റെ അകത്തുനിന്ന് പോലീസ് ഇച്ചിരി എടുത്താൽ പോലും പോലീസിനെ അഭിനന്ദിക്കാം നമുക്ക്, അത്രയായാലും പിടിച്ചല്ലോ. പക്ഷെ അൻവറിന്റെ പ്രശ്നം അതല്ല.
കള്ളക്കടത്ത് പിടിച്ചു എന്നുള്ളതാണ് അൻവറിന്റെ പ്രശ്നം. അപ്പൊ ഈ ആഫ്രിക്കയിലെ സ്വർണ്ണ ഖനിയിൽ നിന്ന് ഗൾഫ് വഴി വരുന്ന സ്വർണത്തിൽ അൻവറിന്റെ ഇൻട്രസ്റ്റ് എന്താണ്? അത് അൻവർ പറയുന്നില്ല. പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് അൻവർ ഇപ്പൊ പറയുന്നത് നിയമം ശിക്ഷിക്കും, കേന്ദ്ര ഏജൻസി വരും, അന്വേഷണം നടത്തണം, കോടതി ശിക്ഷിക്കും എന്നൊന്നുമല്ല അൻവർ പറയുന്നത്. അൻവർ പറയുന്നത് ദൈവം ശിക്ഷിക്കും, ദൈവം ചോദിക്കും, ദൈവം കൂടെ ഉണ്ടെന്നാണ്. ഇടതുപക്ഷ മുന്നണിയുടെ MLA ആണ്, നിരീശ്വരന്മാർ പറയേണ്ട കാര്യമാണ് പറയുന്നത്. ഏത് ദൈവവും അൻവറെ? ഇവിടുത്തെ ദൈവം വല്ലതും ആണോ, അതെയോ അറേബ്യയിലെ ദൈവം വല്ലതും ആണോ ഈ അൻവർ പറയുന്ന ദൈവം? അൻവർ വളരെ കൃത്യമായിട്ട് മതത്തിനെ ഇൻവോക്ക് ചെയ്ത് മതത്തിന്റെ പിന്തുണയോടെയാണ് ഇത് നടത്തുന്നതെന്ന് വരുത്തി തീർക്കുകയും അൻവറിനെതിരെ നടപടി വന്നാൽ ദൈവം എന്നതുകൊണ്ട് അൻവർ ഉദ്ദേശിക്കുന്നത് മതം ഇടപെടും എന്ന് തന്നെയാണ് അൻവർ ഗവൺമെന്റിനെ വിരട്ടുന്നത്. അതായത് അൻവർ പറയുന്ന പോലെ ഗവൺമെന്റ് നിന്നില്ലെങ്കിൽ അൻവർ പറയുന്ന ഈ ദൈവം മതമായിട്ട് വന്ന് അൻവറിനെ രക്ഷിക്കുമെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. ആ കളി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇതിന്റെ അകത്ത് മാർക്സിസ്റ്റ് പാർട്ടിയെ മൊത്തം അൻവർ പറയുന്ന ദൈവവും മതവും കൂടെ വിഴുങ്ങുവോ, അതെയോ കേരള ഗവൺമെന്റിനെ മൊത്തം അൻവർ പറയുന്ന അറബ് ദൈവം വിഴുങ്ങുവോ, ഈ കേരളത്തിലെ IPS ലോബിയെ മൊത്തം അൻവറിന്റെ ദൈവവും മതവും വിഴുങ്ങുവോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിലേക്ക് നമ്മൾ അധികം കിടക്കുന്നില്ല. പക്ഷേ ഇതിന്റെ അകത്ത് ദേശ സുരക്ഷയുടെ ഒരു കാര്യമുണ്ട്. കംപ്ലീറ്റ് 2016 തുടങ്ങി 8 വർഷം ഇടതുമുന്നണിയും പോലീസും മീഡിയയും സിനിമയും കള്ളക്കടത്തുകാരും തീവ്രവാദികളും ചേർന്ന് കൃത്യമായ രാജ്യദ്രോഹമാണ് ഈ കള്ളക്കടത്ത് വഴി ഇവർ പറയുന്ന സംഭവങ്ങൾ വഴി ഇവിടെ നടത്തിയിരിക്കുന്നത്. ജുഡീഷ്യൽ സിസ്റ്റം അട്ടിമറിച്ചു. കുറ്റവാളികൾക്കും അതായത് ഭീകരപ്രവർത്തനങ്ങളുടെ കേസുകൾ തന്നെ മീഡിയയും പോലീസും രാഷ്ട്രീയക്കാരും ചേർന്ന് അട്ടിമറിച്ചു. ഈ കേസുകളെല്ലാം ശരിക്കും NIA, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അങ്ങനെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസുകളാണ് ഇതെല്ലാം. ഈ ആരോപണം ഉന്നയിച്ച ഏറ്റവും അവസാനം അൻവർ പറയുന്നത് കേന്ദ്ര ഏജൻസി ഒന്നും വേണ്ട. ആട് ജലീലും പറയുന്നത് കേന്ദ്ര ഏജൻസി വേണ്ട എന്നാണ് ആട് ജലീലും പറയുന്നത്. അപ്പൊ ഈ കേന്ദ്ര ഏജൻസി വേണ്ട, എന്താ കാര്യം? അത് ഞങ്ങൾ ഇവിടെ സെറ്റിൽ ചെയ്തോളാം. ഗുസ്തി ഇവിടുത്തെ കേന്ദ്ര ഏജൻസികളും കേന്ദ്ര ഗവൺമെന്റും ജുഡീഷ്യറിയും ഒക്കെ കണ്ടോണ്ട് നിന്നോണമെന്നാണ് ഇവർ പറയുന്നത്. ഇതിന്റെ അകത്ത് മീഡിയ ആണ് കുടുങ്ങിയിരിക്കുന്നത്. കാരണം മീഡിയക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. ഇവർ നടത്തുന്ന എല്ലാ കാര്യങ്ങളും 2016 തുടങ്ങി അറിയായിരുന്നു. ഇപ്പൊ ഒരു റിപ്പോർട്ട് വന്നു, സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു. മീഡിയക്ക് ഇത് അറിയായിരുന്നു. മീഡിയ ഇപ്പം അതിന്റെ അകത്ത് നാർക്കോട്ടിക്കിന്റെ കാര്യം വന്നു കഴിഞ്ഞപ്പം, റിപ്പോർട്ടിന്റെ നാർക്കോട്ടിക് കാര്യം വന്നു കഴിഞ്ഞപ്പം മീഡിയ അതിൽ നിന്ന് ഓടി. നാർക്കോട്ടിക് കാര്യം ചർച്ച ചെയ്യാൻ തയ്യാറല്ല. കാരണം ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നത് നാർക്കോട്ടിക്കിൽ നിന്നാണ്. അപ്പൊ അത് മിണ്ടാൻ മീഡിയക്ക് പറ്റത്തില്ല. ഇപ്പൊ ഇതിനെ മറികടക്കാനാണ് ഇപ്പൊ ഈ കള്ളക്കടത്തുകാരെ പിടിച്ചു നാർക്കോട്ടിക് മാറ്റി വെച്ചിട്ട് കള്ളക്കടത്തൊന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. നാളെ വേറെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. ഇതിന്റെ അകത്തെ രാഷ്ട്രീയം മാത്രം പോരാ, ദേശ സുരക്ഷ ചർച്ച ചെയ്യപ്പെടണം. ഇതിന്റെ അകത്ത് അത് ഉദ്യോഗസ്ഥനാണേലും രാഷ്ട്രീയക്കാരനാണേലും കള്ളക്കടത്തുകാരനാണേലും ഒരു കാര്യം കേരള ജനത മനസ്സിലാക്കുക, കള്ളക്കടത്തുകാരെയൊക്കെ MLA MP ആക്കിയാൽ ഇത്രയൊക്കെ സംഭവിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ കള്ളക്കടത്തുകാരുടെ കൂടെ നിന്ന് ആനുകൂല്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരും ഇത് മനസ്സിലാക്കുക. എന്തെങ്കിലും ഒക്കെ ഇത് പുറത്തു വരും. ആർക്കും പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഒന്നും ലോങ് ടൈമിൽ കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ കേന്ദ്ര അന്വേഷണത്തിന് വേണ്ടി കോടതിയിൽ പോകാനോ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കാനോ കേരളത്തിലെ 3 കോടി ജനതയിൽ ആരും തയ്യാറുമല്ല. അതാണ് അതിന്റെ അടുത്ത എന്താണ് കാര്യം. സ്റ്റാൻലിയോട് ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ള ഒരു കാര്യമുണ്ട്. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെൻസേഷണൽ ആയിട്ട് വന്ന ആ കാലഘട്ടത്തിൽ കുറച്ച് നാൾ മുമ്പ് ഒന്ന് ശിവശങ്കർ, കേരളത്തിന്റെ സെക്രട്ടറി ആയിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ ശിവശങ്കർ, അതുപോലെ ശ്രീരാമകൃഷ്ണൻ, ഇതുപോലുള്ള ആളുകളെല്ലാം സ്വർണ്ണക്കടത്തിൽ പെട്ടു. പക്ഷെ ആ കേസുകളുടെ കാലഘട്ടത്തിൽ എന്താണ് ലോ ആൻഡ് ഓർഡർ? അതായത് കേരളത്തിലെ നിയമവ്യവസ്ഥ കംപ്ലീറ്റ് തകർന്നു എന്നാണ് ഇപ്പൊ സ്റ്റാൻലി പറഞ്ഞതിന്റെ ഇത് അനുസരിച്ചിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വപ്ന സുരേഷിന്റെ പണത്തിനകത്ത് അതുപോലെ തന്നെ ഒരു പി വി എന്ന് പറയുന്നുണ്ട്. അത് പിണറായി വിജയനാണോ അതോ ഈ PV അൻവർ ആണോ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ അറിയത്തുള്ളൂ. പോലീസുകാർ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? പോലീസിന്റെ കാര്യങ്ങൾ നടത്തുന്ന ആളുകൾ PV പറഞ്ഞിട്ടുണ്ടോ? പിന്നെ മാത്രവുമല്ല, ഇപ്പം ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ന്യൂസുകൾ മുഴുവനും ചോർത്തി എന്ന് പറഞ്ഞാൽ PV അൻവറും അല്ലെങ്കിൽ നേരിടാൻ പോകുന്നത് ഈ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാദങ്ങളൊന്നും ശരിയല്ല എന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തെളിയിക്കുകയാണെങ്കിൽ PV അൻവർ ജയിലിലേക്ക് പോയില്ലേ? കാരണം എന്താ വെച്ചാൽ പോലീസുകാരെ സ്പൈ വർക്ക് ചെയ്ത് അവരുടെ ഡേറ്റ എടുത്തു എന്നുള്ളത് അതിനേക്കാളും വലിയ കുറ്റമല്ല. അത് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുകയല്ലേ. മാത്രവുമല്ല, ഈ സ്വർണ്ണക്കടത്തിനകത്ത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ സ്വർണം പൊട്ടിച്ചു, പോയി പിടിച്ചു, അതുപോലെ മറ്റതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഈ സ്വർണ്ണക്കടത്തിനകത്തുള്ള ഇൻട്രസ്റ്റ് എന്താണ് എന്ന്, അല്ലെങ്കിൽ സ്വർണത്തിനകത്ത് ട്രേഡിന്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് അദ്ദേഹത്തിന് തെളിയിക്കേണ്ടി വരില്ലേ?
എന്താ അല്ല ഇത് സ്റ്റാൻലിയുടെ അഭിപ്രായം? ഇതെന്താന്ന് ചോദിച്ചാല് രാഷ്ട്രീയമായിട്ട് പിന്തള്ളപ്പെടുമ്പോൾ പൊസിഷൻ മുഖ്യമന്ത്രി സ്ഥാനവും മറ്റു സ്ഥാനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി പല ആൾക്കാർക്കും, തെറ്റായിട്ടുള്ള ആൾക്കാർ, കള്ളക്കടത്തുകാർക്കും തീവ്രവാദികൾക്കും ഒക്കെ പല പ്രോമിസും, സ്വീറ്റ് പ്രോമിസും കൊടുക്കും. വോട്ട് കിട്ടാനും ചില പ്രത്യേക ഗ്രൂപ്പുകളുടെ പിന്തുണ. അങ്ങനെ വോട്ട് കിട്ടി ആ സ്ഥാനത്ത് ഇരുന്ന് കഴിയുമ്പം ഭരണഘടനയുടെ നിയന്ത്രണമുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ പല ആൾക്കാർക്കും പല പ്രോമിസും കൊടുക്കുമ്പോഴും ഭരണത്തിൽ എത്തിക്കഴിയുമ്പോൾ നിയമവിരുദ്ധമായ സംഗതികൾക്ക് അധികം കൂട്ടു നിൽക്കാറില്ല. പക്ഷെ കേരളത്തിൽ സംഭവിച്ചത് ഈ ഇലക്ഷനിൽ വോട്ട് കിട്ടി ജയിക്കാനും മറ്റേ അച്ചുമാമനെ വെട്ടി നിർത്താനും ഒക്കെ വേണ്ടി പലരുടെയും രാഷ്ട്രവിരുദ്ധ ശക്തികളുടെയും പിന്തുണ നേടിക്കഴിഞ്ഞ് ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെ വീണ്ടും താലോലിച്ചതുകൊണ്ട് സംഭവിച്ച ദുരന്തമാണിത്. അച്ചുമാമനെ വെട്ടി നിർത്താൻ കൂട്ടി നിന്നവരെ എല്ലാം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോ നിനക്ക് സ്വതന്ത്ര കേരളം വേണോ, നീ എടുത്തോ, നിനക്ക് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തണോ, നീ ചെയ്തോ, നിനക്ക് നാർക്കോട്ടിക് വേണോ, ചെയ്തോ എന്നുള്ള ഫ്രീ ഹാൻഡ് കൊടുത്തു. നിനക്ക് പെൺവാണിഭം നടത്തണോ, അത് സിനിമ മൊത്തം പിടിച്ചെടുക്കണോ, എല്ലാവർക്കും വോട്ട് ചെയ്തവരെ മൊത്തം അങ്ങ് പ്രീണിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഗവൺമെന്റ് നമ്മുടെ കയ്യിലായി, പോലീസും നമ്മുടെ കയ്യിലായി, എന്ത് വേണേ ചെയ്യാവുന്ന പറഞ്ഞു. അതാണ് നമ്മുടെ ചീഫ് സെക്രട്ടറി പറഞ്ഞ മരപ്പൊട്ടൻ. ഈ മരപ്പൊട്ടനായത് അങ്ങനെയാണ്. സാധാരണ മരപ്പൊട്ടൻ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഭരണം കിട്ടിക്കഴിയുമ്പം പറയും, പണ്ട് ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു, ഇപ്പൊ ഞാൻ മുഖ്യമന്ത്രിയാണ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ അനുവദിക്കാൻ പറ്റത്തില്ല, നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ടേ എനിക്ക് സഹായിക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്താൽ അകത്ത് പോകുമെന്ന് പറയണമായിരുന്നു. അത് ചെയ്തില്ല. അതാണ് ഈ ചീഫ് സെക്രട്ടറി എല്ലാം 10ാം ക്ലാസ് തുടങ്ങി റാങ്ക് വാങ്ങിച്ച് പാസ്സായ ടീം. അയാൾ ചില്ലറക്കാരനല്ല, അങ്ങനെ അയാൾ നുണയൊന്നും പറയുന്നതല്ല. അയാൾക്ക് ഒരു വീക്ക് പോയിന്റ് ഉണ്ടായിരുന്നു, സ്ത്രീ. അപ്പൊ അതിലയാൾ പാവം വീണുപോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്. ഇതാണ് ഈ രാഷ്ട്രീയത്തിന്റെ ഉന്നത സ്ഥലങ്ങളിൽ മരപ്പൊട്ടന്മാർ വന്നു കഴിഞ്ഞാല് നടക്കാൻ മേലാത്ത വാഗ്ദാനങ്ങളൊക്കെ, ഭരണഘടനയെ അതിലംഘിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പെർമിഷൻ കൊടുത്തു. ഇതാണ് സംഭവിച്ച ദുരന്തം, കേരളത്തിന് സംഭവിച്ച ദുരന്തം. ഇപ്പൊ ഇത്രയും കാലങ്ങളിൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇത്രയും മോശമായിട്ടും രാഷ്ട്രീയക്കാർ ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. മാത്രവുമല്ല, ഇവരെല്ലാവരും ഇന്ത്യൻ പോലീസ് സർവീസിന്റെ ഭാഗമാണ്, സാധാരണക്കാരല്ല. സാധാരണ SIO കോൺസ്റ്റബിളോ ഒന്നുമല്ല, ഇവരെല്ലാം ഇന്ത്യൻ പോലീസ് സർവീസിന്റെ ഭാഗമാണ്. പോയിന്റ് നമ്പർ 1. മാത്രവുമല്ല, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കളക്ടർമാരും നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ മോണിറ്റർ ചെയ്യുന്നതിൽ എന്തെങ്കിലും അപാകത നമ്മുടെ ഏജൻസികൾക്ക് സെൻട്രൽ ഏജൻസികൾക്ക് പറ്റിയിട്ടുണ്ട് എന്ന് സാധാരണക്കാര് സംശയിച്ചു കഴിഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ? ഒന്ന്. രണ്ടാമത്തെ കാരണം, കേരളത്തിലെ രാഷ്ട്രീയക്കാരെ ഈ രീതിയിൽ രാജ്യവിരുദ്ധമായിട്ടും രാജ്യത്തിന് എഗൻസ്റ്റും ഉള്ള കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ സെൻട്രൽ ഏജൻസീസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇടപെടണ്ടേ? നമ്മുടെ നിയമവ്യവസ്ഥ അങ്ങനെ മാറ്റിമറിക്കണ്ടേ? അത് കാണുന്നില്ലല്ലോ. ഞാനൊരു കാര്യം പറയാം. അതായത് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ പരാജയപ്പെട്ടോ എന്ന് ചോദിച്ചാൽ 2020 വരെ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്നേ ഞാൻ പറയത്തുള്ളൂ. 2020 വരെ നമ്മള് മണിപ്പൂരും ബംഗാളിലും ഒക്കെ പലയിടത്തും പരാജയപ്പെട്ടിട്ടുണ്ട്. 10-28 സ്റ്റേറ്റ് ഉണ്ട്. ചില സ്റ്റേറ്റുകളിൽ നല്ലപോലെ വിജയിച്ചിട്ടുണ്ട്, പക്ഷെ ചില സ്റ്റേറ്റുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഏജൻസി 100% പരാജയപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് കേരളം. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേന്ദ്ര ഏജൻസികളെ ഇവിടെ ശരിക്കും പൂട്ടി, അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ചു. കേരളത്തിൽ നിന്ന് 2020 വരെ ഇവിടെ നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നതിൽ എല്ലാ കേന്ദ്ര ഏജൻസികളും പരിപൂർണമായിട്ടും പരാജയപ്പെട്ടു. ഞാൻ 2020 ഒരു പരാതി കൊടുക്കുന്നത്. ആ പരാതി കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അല്പമെങ്കിലും കേന്ദ്ര ഏജൻസികൾ ഇവിടെ സെഡിഷനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്, ഈ പല കാര്യങ്ങളും അന്വേഷിക്കാൻ നിയുക്തരായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള പല ഏജൻസികളുണ്ട്. അവരുടെ മേജർ ഓഫീസർമാരെ എല്ലാം ഇവർ ഏതെങ്കിലും രീതിയിൽ ട്രാപ്പ് ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്വാധീനിക്കുകയോ ചെയ്തു എന്നുള്ളതാണ്. കേരളത്തിലെ മാഫിയ, ഗ്ലോബൽ ഇലൂമിനാറ്റിയോ ഇന്ത്യ അലയൻസോ UPA മാഫിയോ അല്ലെങ്കിൽ ഈ ടുക്കടായോ അത്രയും സ്വാധീനമുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരാരും കേരളത്തെ സംബന്ധിച്ച് പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റ് നടന്നിട്ടില്ല, നമ്പർ 1. രണ്ടാമത്, കേരളത്തിലെ രാഷ്ട്രീയത്തിലുള്ളവർ, അതായത് ഇടതുമുന്നണി അല്ലാത്തവർ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ KJP ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ഈ ഇടതുമുന്നണി ഭരണത്തിൽ ഇരുന്നിട്ട് 2016 തുടങ്ങി 2020 വരെ കാണിച്ചു കൂട്ടിയ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനു പുറമെ വേറെ മീഡിയ ഉണ്ട്. മീഡിയയും ക്രിട്ടിക്കൽ സൈലൻസ് ആയിരുന്നു. മീഡിയയും ഈ വിധ്വംസക പ്രവർത്തനങ്ങൾക്കെല്ലാം അവർ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, കൃത്യമായിട്ട് ഈ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് കൊട പിടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടൊരു
ഇതിൻ്റെ അകത്ത് കേന്ദ്രത്തെ മാത്രം കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ കേന്ദ്രത്തിനും ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം അതിനെതിരെ കേന്ദ്ര ഏജൻസികളൊക്കെ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ സെപ്റ്റംബർ 2022 PFIക്കാരെ പിടിച്ചോണ്ട് പോയി. കേന്ദ്രം ഇപ്പൊ പയ്യെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. പക്ഷെ 2016 തുടങ്ങി 20 വരെ പ്രതാപ് പറഞ്ഞത് കറക്റ്റ് ആണ്. 4 വർഷം സമയം കളഞ്ഞു. വേറൊരു കാര്യം കൂടിയുണ്ട്, എനിക്ക് തോന്നിയിരിക്കുന്ന അതിനേക്കാട്ടിലും കൂടുതലാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് പരമപ്രധാനം. ആ പരമപ്രധാനമായിട്ടുള്ള ജനങ്ങൾ അവര് ഇക്കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി ഇക്കാര്യത്തിൽ ഇടപെടണം എന്നുള്ളതാണ്. ഇവിടെ ജനങ്ങൾ ഇടപെടുന്ന എന്ന് തരത്തിൽ നമുക്ക് തോന്നിക്കുന്ന ആരാണ്? ശരിക്കും മാധ്യമങ്ങളുടെ ഇടപെടില്ല. മാധ്യമങ്ങൾ ഇടപെടുന്നതാണ്, ജനങ്ങൾ പറയുന്നതാണ് ഞങ്ങൾ പറയുന്നതാണ് ജനങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്നതാണ് മാധ്യമങ്ങൾ പറയുന്നതാണ് ജനങ്ങൾ പറയുന്നത്. ഇങ്ങനെ പരസ്പര പൂരകമായിട്ടുള്ളൊരു ഒരു ചിന്താഗതി, ഒരു നറേറ്റീവ് ജനങ്ങളുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ പൊതുസമക്ഷത്ത് വെച്ചിരിക്കുക. ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങൾ പറയുന്നതല്ല ജനങ്ങൾ പറയുന്നത്. ജനങ്ങൾക്കല്ലാതെ കാര്യങ്ങൾ പറയാനുണ്ട്, ചിന്തിക്കാനുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ഇടപെടലിൽ ഇപ്പം ഈ കേരളത്തിൽ കാണുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ചെറിയ ചെറിയ മീഡിയകൾ, നമ്മളെപ്പോലുള്ള ചെറിയ മീഡിയകൾ പോലും എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായിട്ട് നമ്മൾ നിലകൊള്ളുന്നതെന്ന് വെച്ചാൽ, പൊതുജനങ്ങൾക്ക് ഈ മെയിൻ സ്ട്രീം മീഡിയ പറയുന്നത് അല്ലാത്ത പല കാര്യങ്ങൾ പറയാനുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അത് മാത്രമല്ല അവർ ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ജനങ്ങളെ ആക്ട് ചെയ്യാനോ പെരുമാറാനോ ഇൻവോൾവ് ചെയ്യാനോ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അനുവദിക്കാത്തിടത്തോളം കാലം ഒരു റെസിസ്റ്റൻസോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻവോൾവ്മെന്റോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു എക്സ്പ്ലനേഷൻസിനോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് യാതൊരു സാധ്യതയുമില്ല. ഇതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾക്ക് കേരളത്തിൽ ഇടപെടാൻ പറ്റാത്തത്. നമ്മൾ പണ്ടൊരിക്കൽ സംസാരിച്ച പോലെ കേന്ദ്ര വിരുദ്ധ സ്വഭാവമാണ് കേരളത്തിലെ 70% പേർക്കും. 30% പേരേ ഉള്ളൂ ഇത് ശരിയാവണമെന്നും നന്നാവണമെന്നും താല്പര്യമുള്ളവരെ. ഈ 30%, ബാക്കി 70% പേരും ഇവിടെ കിടക്കുന്ന ഈ അഴകുഴമ്പൻ സ്വഭാവങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് നമ്മുടെ പ്രശ്നം. അല്ല, അതുകൊണ്ട് കേരളത്തെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കേരളത്തിന്റെ പോപ്പുലർ ഇപ്പം ഇതിലും കൂടുതൽ ആൾക്കാർ കേന്ദ്രവിരുദ്ധരുള്ള സ്റ്റേറ്റുകളുണ്ട്. കാശ്മീരുണ്ട്, ബംഗാളുണ്ട്, പല സ്ഥലമുണ്ട്. അപ്പൊ അത് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. സെഡിഷൻ സമ്മതിക്കാൻ പറ്റത്തില്ല. ജനങ്ങൾക്ക് അങ്ങനെ പബ്ലിസിറ്റി നടത്താനോ പുറത്തു പോകാനോ ഒന്നും പറ്റത്തില്ല. ഇതൊരു രാജ്യമാണ്. ഇതിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് രാജ്യവിരുദ്ധത ഉണ്ടായി എന്ന് വെച്ച് അവിടെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അതിനാണ് സൈന്യവും മറ്റ് ഏജൻസികളും ഉള്ളത്. അങ്ങനെയുള്ളവരെ നിയമം മൂലം അടിച്ചമർത്തുക എന്നുള്ളതേ വഴിയുള്ളൂ. അല്ല, പക്ഷേ ഒരു കാര്യം ശരിയാണ്, കേരളത്തിൽ കേന്ദ്ര വിരുദ്ധത. ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. കെ ഫോൺ വന്നു, കെ റെയിൽ വന്നു, കെ ബസ് വന്നു, കെ ഗവൺമെന്റ് വന്നു, ഇനി കെ കറൻസി കൂടെ വരാൻ പോവുക. ഒരു കെ കറൻസി എന്ന് പറഞ്ഞാൽ കെ ദിനാർ. 300 ഇന്ത്യൻ രൂപ കൊടുത്താലേ ഒരു കെ ദിനാർ കിട്ടത്തുള്ളൂ. അല്ലാണ്ട് ചില്ലറ കളിയാണോ? ഇപ്പൊ നമ്മുടെ ജനങ്ങൾ മൊത്തം വിചാരിക്കുന്നത് കെ ദിനാർ വന്നു കഴിഞ്ഞാൽ എന്ത് വിലയായിരിക്കും നമുക്കുള്ളത്. 300 രൂപ കൊടുത്താലേ ഒരു കെ ദിനാർ കിട്ടത്തുള്ളൂ. കുവൈറ്റിന്റെ ഒമാന്റെ ഒക്കെ ലെവലിലോട്ട് നമ്മൾ മാറുകയാണ്. എന്നാ പ്രോവിൻസാ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് അറിയാമോ? കടാഗട്ട്. എല്ലാം പെട്ടെന്ന് അക്കൗണ്ടിലോട്ട് സാധനം വരുന്നു, എല്ലാവർക്കും ശമ്പളം. അതുകൊണ്ട് ഈ കേരളത്തിലുള്ള ആൾക്കാർ ഇന്ത്യ വിരുദ്ധരും ഹിന്ദു വിരുദ്ധരും ഒക്കെ ആകുന്നതിന്റെ സൂത്രം എന്ന് പറയുന്നത് ആ രീതിയിലുള്ള സ്വീറ്റ് ഓഫറുകളാണ് ഇടതിനും വലതിനും മീഡിയയും ജിഹാദിയും സിനിമാക്കാരും എല്ലാരും കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതാണ് ജനങ്ങളെ ഈ എന്നിട്ട് നമ്മൾ കേരളയിലെ കയറി പാഞ്ഞു പോകുന്നു, അപ്പം വിൽക്കുന്നു. എന്തൊക്കെ പ്രോമിസുകളാണുള്ളത്. ഇതൊക്കെ ഏറ്റവും അവസാനം ഇതൊക്കെ ഏറ്റവും അവസാനം സിനിമയിൽ അവസരം കൊടുക്കാമെന്നും പറഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടവരുടെ അവസ്ഥയിലോട്ട് മാറി ജനങ്ങള്. എല്ലാം നഷ്ടപ്പെട്ടു, സിനിമയിലോട്ട് അവസരവും കിട്ടിയില്ല, ആ അവസാനം നാറുകയും ചെയ്തു, റിപ്പോർട്ടിലും പേര് വന്നു എന്നുള്ള അവസ്ഥയിലായി ഇപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ. ഈ കഴിഞ്ഞ 60 വർഷം ഇടതിനും വലതിനും കൂടെ വെച്ച് നീട്ടിയ വാഗ്ദാനങ്ങളെല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു. ഏറ്റവും അവസാനം കൊടുത്ത വാഗ്ദാനമാണ് സ്വതന്ത്ര കേരളം. അതും പൊളിഞ്ഞു. ഇനി ഇപ്പൊ അതിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അല്ല, ഒരു മിനിറ്റ് സ്റ്റാൻലി, ഇതിനകത്തൊരു വേറൊരു രസമുണ്ട്. ഈ 300 രൂപ ദിനാർ എന്ന് പറഞ്ഞ കെ ദിനാർ 300 എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലേ? ശരിക്കും പറഞ്ഞ തൊട്ടടുത്തുള്ള അയൽ രാജ്യമായ പാകിസ്ഥാന്റെ നിലവാരം അറിയില്ലേ? 22 കോടി ജനങ്ങളും ഉണ്ട്, ഇത്രയും വലിയൊരു പ്രദേശവും ഉണ്ട്, അത്യാവശ്യം നമ്മളെക്കാട്ടിലും 4 ഇരട്ടി അധ്വാനിക്കാൻ കഴിയുന്ന ഒരു ജനവിഭാഗം അവിടെ ഉണ്ട്, കാള പോലെ പണിയെടുക്കുന്ന ആളുകൾ അവിടെ.
എന്നിട്ട് ആ രാജ്യം രക്ഷപ്പെട്ടില്ല. പിന്നാണോ നമ്മൾ ഈ കേരളം രക്ഷപ്പെടാൻ ഈ 300 രൂപ വരുന്ന ഒരു കറൻസി ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുന്നതിനോട് എനിക്ക് അതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. കാരണം എന്നാന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു അല്ല മിനിറ്റ് ഈ കള്ളക്കടത്ത് അല്ലെങ്കിൽ അല്ലല്ല ഈ കള്ളക്കടത്ത് ഞാനൊരു കാര്യം കൂടെ പറയുന്നത്, ഈ കള്ളക്കടത്ത് നടത്തിയ സ്വർണം എന്തിനാ? അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നോട്ട് അടിക്കാനാണ്. പിന്നെ അത്യാവശ്യം വന്നാൽ ശ്രീപത്മനാഭന്റെ സ്വർണവും കൂടി ഈട് വെക്കാവുന്നുള്ളതാണ് ഇവരുടെ ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നത്. ശ്രീപത്മനാഭന്റെ സ്വർണം കൂടി എടുത്ത് അങ്ങ് ഈട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വർണത്തിന്റെ പ്രൊപ്പോർഷൻ ആയിട്ടാണല്ലോ വില വരുന്നത്. അപ്പം അടിക്കാവുന്നതാണ്. ഇനി അടിച്ചെവിടെയെങ്കിലും നോട്ട് വെച്ചിട്ടുണ്ടോന്ന് ഈ ആരോപണം ഉന്നയിച്ച ടീമുകളെ ഇപ്പൊ ഇവിടെ കിടന്ന് ഈ കള്ളനും പോലീസും കളിക്കുന്ന മെയിൻ പോലീസുകാരെയും മെയിൻ രാഷ്ട്രീയക്കാരെയും മെയിൻ സിനിമാക്കാരെയും ഈ ആരോപണവുമായിട്ട് ഇപ്പൊ മുന്നോട്ട് വന്നിരിക്കുന്ന കള്ളക്കടത്തുകാരെ എല്ലാരെയും കൂടെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ ഈ കെ നോട്ട് അടിച്ചിട്ടുണ്ടോ, കെ ദിനാർ അടിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും സൂക്ഷിച്ച് അടിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കേന്ദ്ര ഗവൺമെന്റിന് അറിയാൻ പറ്റും. ഇവരെ എല്ലാരെയും കൂടെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താലേ അത് നടക്കുള്ളൂ. സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്ന പല പോയിന്റ്സും സമീപ ഭാവിയിൽ അല്ലെങ്കിൽ അടുത്തുള്ള കാലങ്ങളിൽ കൂടുതൽ ചർച്ചാ വിഷയമാവും എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം അവരുടെ കയ്യിൽ രഹസ്യങ്ങളുടെ ഒരു ഭണ്ഡാരമുണ്ട്. ഈ ഭണ്ഡാരം കെട്ട് എപ്പോൾ തുറക്കുന്നോ അന്ന് നമ്മൾ ഈ രാഷ്ട്രീയക്കാര് പലരും പറയുന്ന പല സത്യസന്ധമാണ് എന്ന് പൊതുജനം വിശ്വസിക്കുന്ന പല നെറേറ്റീവ്സും എക്സ്പോസ്ഡ് ആവും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. കാരണം ഇത് ലക്ഷ്യം വെക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ക്ലെൻസിങ്ങിനെയാണോ അതോ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലെൻസിങ്ങിനെയാണോ അതോ പോലീസിങ് ക്ലെൻസിങ്ങിനെയാണോ എന്ന് മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ ബാക്കിയുള്ളൂ. കാരണം ഇത്രമാത്രം ലോ ആൻഡ് ഓർഡർ ഇതിന്റെ അകത്ത് ജുഡീഷ്യറി കൂടെ പെട്ടാൽ പോലും ഒരു അത്ഭുതമില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതിനകത്ത് ബാക്കി എല്ലാ കമ്പോണൻസും വന്നു കഴിഞ്ഞു. ഇതിന്റെ അകത്ത് ചിലപ്പോൾ ഇനി ജുഡീഷ്യറി കൂടെ പെടരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ല, ഒരു സംസ്ഥാനം, ഒരു പ്രദേശം എത്രമാത്രം വിദ്യാസമ്പന്നമായിട്ടുള്ള, എത്രയും നോളജബിൾ ആയിട്ടുള്ള, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുള്ള ഒരു ജനങ്ങളുള്ള ഒരു പ്രദേശം, ആ ജനങ്ങൾ ഉള്ള വസിക്കുന്ന ഒരു പ്രദേശം ഇത്രമാത്രം കുത്തഴിഞ്ഞ രീതിയിൽ പോയിരിക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ സയൻസ്, ലോകത്തുള്ള എല്ലാ സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റികളിലും പഠന വിഷയമാക്കേണ്ട ഒരു സ്ഥലമാണ് കേരളം. അങ്ങനെ സോഷ്യൽ സയൻസ് എന്നോ അല്ലെങ്കിൽ സയൻസ് എന്നോ എല്ലാം പുതിയ ഒരു ടെർമിനോളജി കൊടുത്ത് നമുക്കത് മാർക്കറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല, അത്രയൊന്നുമില്ല പ്രതാപ്ജി. ഇത് അന്ധമായിട്ടുള്ള ഇന്ത്യ വിരോധവും അന്ധമായിട്ടുള്ള ഹിന്ദു വിരോധവും തലയ്ക്ക് പിടിച്ച് മലയാളികൾ കാണിച്ചു കൂട്ടിയ അഭ്യാസങ്ങളുടെ തിക്തഫലമാണ് ഇപ്പൊ കാണുന്നത്. അതിഭയങ്കരമായ ഇന്ത്യ വിരോധം, അതിഭയങ്കരമായ ഹിന്ദു വിരോധം. അതായത് സ്വന്തം രാജ്യത്തെയും സ്വന്തം സംസ്കാരത്തെയും വെറുത്തുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര കേമമാണെന്ന് വിചാരിച്ച് ഈ 10-60 വർഷം അഭിനയിച്ചു കൂട്ടിയതിന്റെ തിക്തഫലമാണ് കാണുന്നത്. അല്ലാതെ വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ പോലും ഇപ്പൊ അൻവർ പറയുന്നത് ശ്രദ്ധിച്ചോ? ഇന്ത്യയുടെ നിയമം അനുസരിച്ച് എന്തെങ്കിലും ചെയ്യുമെന്നാണോ പറയുന്നത്? പുള്ളിയുടെ അറബി ദൈവം പടം വന്ന് എല്ലാം ശരിയാക്കുമെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ എല്ലാ പ്രസ്താവനയുടെ അടിയിൽ ദൈവം ദൈവം ദൈവം. അതായത് ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഇവരെ ശിക്ഷിക്കണമെന്നോ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഈ ഗവൺമെന്റിനെയും പോലീസിനെയും നിർത്തണമെന്നോ ഒന്നും അല്ല പുള്ളി പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് കൃത്യമായ ഒരു മെസ്സേജ് അതിന്റെ അകത്തുണ്ട്. അൻവർ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത്. അൻവറിന്റെ കൂടെ ആരാണ്? അൻവറിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ മതത്തിലുള്ള എന്റെ ആളുകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നെങ്കിലോ? അതെന്താണ്? ഇത് തന്നെയാണ് അൻവർ വെയിറ്റ് ഇടുന്നത് ഗവൺമെന്റിന്റെ മുമ്പിലും മീഡിയയുടെ മുമ്പിലും പോലീസിന്റെ മുമ്പിലും ഒക്കെ അൻവർ വെയിറ്റ് ഇടുന്നത് പുള്ളി ഒറ്റയ്ക്കല്ല. ഒരു ദൈവവും ഒരു മതവും ഒരു സെറ്റപ്പ് എല്ലാം പുള്ളിയുടെ കൂടെ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. ഈ മറുനാടനോടും അത് തന്നെയാ പറയുന്നത് പുള്ളി. ഇതെല്ലാം പുള്ളിയുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ഈ അൻവർ കൊണ്ടിരുന്ന ഈ ആൾക്കാരെല്ലാം ഈ കേരള ഗവൺമെന്റിനെക്കാട്ടിലും പോലീസിനെക്കാട്ടിലും ഇന്ത്യ ഗവൺമെന്റിനെക്കാട്ടിലും ഒക്കെ വലുതാണോ എന്നുള്ളത് ഇപ്പൊ നമ്മൾ തർക്കിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം അൻവർ കൊണ്ടിരുന്ന ആൾക്കാരെ ഒന്നും അധിക്ഷേപിക്കേണ്ട ആവശ്യമില്ല. അവർ വലുതാണെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. വലുതാണെന്ന് അവർ തെളിയിക്കുമെന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് നമുക്ക് ഈ ചർച്ച തൽക്കാലം അവസാനിപ്പിക്കാം. എന്തായാലും ഈ ചർച്ച അൻവറിന്റെ ദൈവവും ഗവൺമെന്റുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ വരുമോ എന്നുള്ളത്. ബംഗ്ലാദേശിലൊക്കെ അതായിരുന്നു പരിപാടി.
പക്ഷെ ഇപ്പോഴും ഈ അവർ പറഞ്ഞ PV എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏത് PV ആണെന്നുള്ളത് സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. രണ്ടും PV ആണല്ലോ, ഒന്ന് പിണറായി വിജയനും ഒന്ന് PV അൻവറുമാണ്. അപ്പം ഇതിൽ ഏത് PV ആണെന്നുള്ളത് ആര് കണ്ടുപിടിക്കുമെന്നുള്ളതാണ് പിന്നെ ഈ വിഷയം. എന്താണെങ്കിലും കേന്ദ്ര ഇടപെടലും കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലും ഇല്ലാതെ ഇതിൽ ഒരു സത്യം പോലും പുറത്തു വരത്തില്ല. അവര് സത്യസന്ധമായിട്ട് ഇപ്പോൾ ഉള്ള കേന്ദ്ര ഏജൻസിയുടെ പേരിൽ കേരളത്തിൽ കൂടെ വിലസുന്ന ഈ കഴിഞ്ഞ 5-6 വർഷമായിട്ട് വിലസുന്ന ഓഫീസർമാരെ മാറ്റിയിട്ട് കേന്ദ്രം പുതിയ ഓഫീസർമാരെ ഇട്ട് വല്ലതും ചെയ്താൽ വല്ലതും നടക്കും. അല്ലെ ഇപ്പൊ ഇവിടെ ഇവരുടെ തുപ്പൽ ബിരിയാണിയൊക്കെ കഴിച്ച് ലൈഫ് എൻജോയ് ചെയ്യുന്ന കേന്ദ്ര ഏജൻസികളുടെ ഓഫീസർമാരെ കൊണ്ട്, കേരളത്തിലെ ഓഫീസർമാരെ കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. അത്രയും കൂടെ പറഞ്ഞു ഞാൻ നിർത്തുക. അല്ല, ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. പക്ഷെ ഇതൊന്നും ചോദിക്കുന്നില്ലല്ലോ. കാരണം ഇത് അന്വേഷിച്ച് ഇത് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നുള്ള കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളും അല്ലെങ്കിൽ അതായത് നിയമസഭയിലുള്ള പ്രതിപക്ഷ പാർട്ടികളോ പുറത്തുള്ള പ്രതിപക്ഷ പാർട്ടികളോ ഇത് പറയുന്നില്ലല്ലോ. അതല്ലേ പ്രശ്നം. ആരും കോടതിയിലോട്ട് പോയിട്ടില്ല. ആരും കേന്ദ്ര ഗവൺമെന്റിന് പരാതി കൊടുത്തിട്ടില്ല. ആരും പത്രസമ്മേളനം നടത്തുന്നില്ല. ആരും കോടതികളെ സമീപിക്കുന്നില്ല. കേരളത്തിൽ 2 പ്രതിപക്ഷമുണ്ട്. ഒന്ന് കോൺഗ്രസും ഒന്ന് KJP-യുമാണ്. രണ്ടുപേരും അനങ്ങുന്നില്ല. അപ്പൊ പിന്നെ അതുകൊണ്ട് അതിന്റെ അകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. വേറൊരു പ്രതിപക്ഷം കൂടെ ഉണ്ട്. അത് സ്റ്റാൻലി വിട്ടുപോയോ? അതാണ് മാധ്യമം. അല്ല, മാധ്യമങ്ങൾ ഇതിൻ്റെ അകത്ത് ഭാഗമാണ്. ഈ എല്ലാ കുറ്റകൃത്യങ്ങളും, കേരളത്തിലെ എല്ലാ കുറ്റകൃത്യങ്ങളിലും കേരളത്തിലെ മീഡിയയും അതിലെ ആൾക്കാരും അതിന്റെ ഓണേഴ്സും അതിലെ സ്റ്റാഫും എല്ലാവരും പാർട്ട്നേഴ്സാണ്, പാർട്ട് ഓഫ് ദ ഗെയിം. അല്ലാണ്ട് അവര് ഇടതിന്നും വലതിന്നും മാറിയൊന്നുമില്ല. അവര് വൈകുന്നേരം ഒരു 3-4 മണിക്കൂർ നേരം വേഷം കെട്ടി നിഷ്പക്ഷനായിട്ട് ഒക്കെ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കേരളത്തിന്റെ ഭരണത്തിലും കേരളത്തിലെ കുറ്റകൃത്യങ്ങളിലും ഈ കള്ളക്കടത്ത് മാഫിയയുടെ കൂടെ മാധ്യമവും സിനിമയും ഒരു ഭാഗമാണ്. അല്ലാണ്ട് അവരാരും ഇതിൻ്റെ അകത്ത് ഒരു നിഷ്പക്ഷരൊന്നുമല്ല. അത് വളരെ നേരത്തെ 10-20 വർഷം മുമ്പിലേ ആയിപ്പോയവരാണ്. ഇന്നും ഇന്നലെയും അതിൻ്റെ അകത്ത് ചേർന്നവരല്ല. അതിൽ കൂടെ ജനിച്ച് അതിൽ കൂടെ വളർന്നു വന്ന സെക്കൻഡ് ജനറേഷനാണ് ഈ മാധ്യമവും സിനിമയൊക്കെ. അല്ലാണ്ട് ഫസ്റ്റ് ജനറേഷൻ പോലും അല്ല. മേ ബി ഒരു 30 വർഷമായിട്ട് 1-2 ജനറേഷനുകൾ ഇതിൻ്റെ അകത്ത് ഈ കുറ്റകൃത്യങ്ങൾക്ക്, ഈ രാജ്യവിരുദ്ധതയ്ക്കും ഇന്ത്യ വിരുദ്ധതയ്ക്കും ഹിന്ദു വിരുദ്ധതയ്ക്കും കള്ളക്കടത്തിനും വ്യഭിചാരത്തിനും കൂട്ടിക്കൊടുപ്പിനും എല്ലാം ഭാഗമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവർ. അല്ലാണ്ട് ഇവർക്ക് ആർക്കും ഇത് ഇപ്പൊ നമ്മൾ കണ്ടതല്ല. റിപ്പോർട്ടിൽ ഇതെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു ജഡ്ജി എഴുതിയ റിപ്പോർട്ടാണ്. കള്ളക്കടത്ത്, നാർക്കോട്ടിക്സ്, കൂട്ടിക്കൊടുപ്പ്, വ്യഭിചാരം ഇതെല്ലാം അപങ്കുരം നടക്കുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് അവര് തന്നെ മൊഴി അടിസ്ഥാനത്തില, ഇമാജിനറി ആയിട്ട് എഴുതിയതൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങൾക്കുള്ള വിലയെന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. കേരളത്തിൽ ജനങ്ങൾ ആരും നമ്മൾ കണ്ടതല്ലേ, ഒരു ചർച്ചയ്ക്കകത്ത് നാർക്കോട്ടിക് എന്നുള്ള വാക്ക് വന്നപ്പോൾ തന്നെ വായും പൊത്തിക്കൊണ്ട് ഓടുക, എല്ലാരും ചർച്ച നിർത്തി ഓടുക. അത്രയും പേടിച്ച മാധ്യമങ്ങൾ ഇരിക്കും. അവരെ പറ്റി ഒന്നും ചർച്ച ചെയ്യേ വേണ്ട. എന്താണേലും കാണാം എന്താണ് സംഭവിക്കുന്നത്. എന്താണേലും ഈ കൊള്ളസംഘത്തിൽ ഉണ്ടായ ഈ തർക്കം പല സത്യങ്ങളും ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. കൊള്ളസംഘത്തെ സഹായിച്ച പോലീസുകാര്, കൊള്ളസംഘത്തെ സഹായിച്ച സിനിമാക്കാര്, കൊള്ളസംഘത്തെ സഹായിച്ച രാഷ്ട്രീയക്കാര്, അങ്ങനെ കൊള്ളസംഘത്തിന്റെ പല രഹസ്യങ്ങളും ജനങ്ങളുടെ അടുത്ത് വരുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പൊ അതിനകത്തെ നേതാവ് ആരാണെന്നുള്ളത് മനസ്സിലായി. കെ ഭൂതം നേതാവാണെന്നുള്ളത് നാട്ടുകാർക്ക് മനസ്സിലായി. കെ ഭൂതമായിരുന്നു ഇതിന്റെ നേതാവ് എന്നുള്ളത്. അത് വെയിറ്റ് ചെയ്യുന്നു. കേന്ദ്രം വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് അവസാനം ഒരു കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കേരളത്തിലെ പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ഇടപെടൽ നടക്കുകയും അവര് ഇപ്പം പുറത്തും കല്യാണ പന്തലിലും മരണ വീട്ടിലും നടത്തുന്ന ചർച്ചയ്ക്ക് പകരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ കണ്ട് നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ, ഞങ്ങളെ ഈ ദ്രോഹിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് ഓരോ പ്രദേശത്തുള്ള ആളുകളെ പിടിച്ചു നിർത്തി പറയേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറേണ്ടത്, അല്ലെങ്കിൽ പൊതുജനം മാറേണ്ടത് എന്നുള്ളത് ആ ഒരു തോന്നലാണ് പൊതുവേ ജനങ്ങളെല്ലാം പറയുന്നത്. പക്ഷേ ഇത് പൂച്ചയ്ക്ക് ആര് മണികെട്ടും, അല്ലെങ്കിൽ ഈ ആലിബാബയും 41 കള്ളന്മാരെയും ആര് പിടിച്ചു കെട്ടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്താഗതി. എന്തായാലും നമുക്കിത് തൽക്കാലം ഇത് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.